കേരളത്തിൽ നിന്ന് ആദ്യമായി ഇന്ത്യൻ ടീമിലെത്തിയ വനിതാ താരം മിന്നുമണി. വയനാടിന്റെ അഭിമാനം, കേരളത്തിന്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം. മിന്നുമണി ഇപ്പോൾ 24-നൊപ്പം ഈ സ്പെഷ്യൽ ഷോയിൽ ചേരുന്നു. മിന്നു, സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണ്. മിന്നുവും അല്പം എക്സൈറ്റഡ് അല്ലേ? വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് ഇന്നത്തെ മാച്ചിനെ നോക്കി കാണുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഇന്ത്യ പാക് വാറ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ടീമും നല്ല സ്ട്രോങ് ടീം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ കളിച്ചിട്ടുള്ളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് കൂടുതൽ വിജയം വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യവും തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. മിന്നു ഒരു ഓഫ് സ്പിന്നറാണ്. ഈ ദുബായിലെ പിച്ച് ഒരു പക്ഷേ മിന്നുവിനെ പോലെയൊക്കെയുള്ള പ്ലേയേഴ്സിനാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. ദുബായിലെ പിച്ചിൽ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് കുൽദീപ് യാദവും അക്സർ പട്ടേലും ഒക്കെ തന്നെ മിന്നിത്തിളങ്ങി എന്നുള്ളത്. സ്പിന്നേഴ്സ് ഫ്രണ്ട്ലി ആയ പിച്ചിൽ ഇന്നും മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന അവർ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയല്ലേ തോന്നേണ്ടത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്പിന്ന് മാത്രമല്ല, പേസേഴ്സിനാണെങ്കിലും നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് കിട്ടാവുന്ന ഒരു പിച്ച് തന്നെയാണ് അത്. പിന്നെ നമ്മുടെ ബോളേഴ്സിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. തീർച്ചയായിട്ടും സ്പിന്നേഴ്സിനുള്ളത് പോലെ തന്നെ പേസേഴ്സും നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക പേസേഴ്സ് ആണോ അതോ സ്പിന്നേഴ്സ് ആണോ എന്നുള്ളത് തന്നെയാണ്. വിനുവിനോട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എന്തെങ്കിലും കുൽദീപ് ആണോ അതോ വരുൺ ആണോ ഇന്ന് തിളങ്ങുക? കഴിഞ്ഞ മത്സരത്തിൽ കുൽദീപിന്റെ മത്സരമാണ് കണ്ടത്. കുൽദീപിന്റെ അപാര പ്രകടനമാണ് നമ്മൾ കണ്ടത്. 7 റൺസിന് 4 വിക്കറ്റ് എന്നുള്ളത്. ഇന്ന് എന്തായിരിക്കും ഒരു പ്രഡിക്ഷൻ? രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. എങ്കിലും എനിക്ക് തോന്നുന്നത് വരുൺ ചക്രവർത്തി തിളങ്ങാനായിരിക്കും കൂടുതൽ ചാൻസ് എന്ന് തോന്നുന്നു. കാരണം കുൽദീപ് യാദവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചക്രവർത്തിക്ക് കൂടുതൽ വേരിയേഷൻസ് അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അത് കണ്ടതുമാണ് IPL പോലുള്ള പ്ലാറ്റ്ഫോമിൽ. എങ്കിലും ഒട്ടും പിന്നിലല്ല കുൽദീപ് യാദവ്. അദ്ദേഹത്തിൻ്റെതായ സ്കില്ലിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും രണ്ടുപേർക്കും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് കാത്തിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സഞ്ജു സാംസൺ. സഞ്ജു എന്ന കളത്തിലെത്തി തകർത്തടിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ മലയാളി ആരാധകരും. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിങ്ങിന് അവസരം കിട്ടിയില്ല, പക്ഷേ വിക്കറ്റിന് പിന്നിൽ എന്താണ് സഞ്ജു എന്ന് എല്ലാ വിമർശകർക്കും അല്ലെങ്കിൽ ആരാധകർക്കും കാണിച്ചു കൊടുത്ത മത്സരമായിരുന്നു. ഒരു തകർപ്പൻ ക്യാച്ചൊക്കെ കണ്ടതാണ്. ഇന്ന് സഞ്ജുവിൽ നിന്ന്, മിന്നുവൊക്കെ വിളിക്കുന്ന പോലെ സഞ്ജു ചേട്ടലിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും സഞ്ജു ചേട്ടനെ സംബന്ധിച്ച് എന്താ പറയുക, അതായത് മുമ്പോട്ടും പിന്നോട്ടും നോക്കണ ഒരു പരിപാടിയില്ല. കിട്ടിയ അടിച്ചു പൊട്ടിക്കുക എന്നുള്ളൊരു മൈൻഡാണ് സഞ്ജു ചേട്ടനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു അവസരം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സഞ്ജു ചേട്ടൻ ഉപയോഗിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം വരുമ്പോൾ ഒരു ക്ലോസ് എൻകൗണ്ടേഴ്സാണ് എല്ലാ കാലത്തും കണ്ടത്. ഒരു 5 റൺസിന് 6 റൺസിന് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ തവണയും ജയിച്ച് കണ്ടുള്ളത്. അല്ലെങ്കിൽ അത്ര കണ്ട ക്ലോസ് മാച്ച് ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക. എന്തായാലും ഇത്തവണയും നമുക്ക് അതുപോലെ ഒരു ലാസ്റ്റ് ഓവർ അല്ലെങ്കിൽ ലാസ്റ്റ് ബോൾ വരെയുള്ള ആവേശം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. നല്ല ടൈറ്റ്, നല്ല ഫൈറ്റിംഗ് മാച്ച് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കറിയാം രണ്ട് ടീംസും കളിക്കുമ്പോൾ എന്തോരം എക്സൈറ്റ്മെൻറ്റോടാണ് നമ്മൾ കാണികളാണെങ്കിലും ഫുൾ ഇന്ത്യക്കാർ തന്നെ മാച്ചസ് എല്ലാം കാണുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കാണികൾക്ക് വളരെ മികച്ചൊരു മത്സരം തന്നെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഫൈറ്റിംഗ് മാച്ച് ആവട്ടെ. നന്ദി മീനു. എന്തായാലും വലിയ സന്തോഷം. മിന്നുവും എക്സൈറ്റഡ് ആണ്, ആവേശത്തിലാണ്. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ജയത്തിനായി കാത്തിരിക്കുകയാണ്. പറഞ്ഞതുപോലെ സഞ്ജുവിന്റെ മിന്നും പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.